ലാലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സിനിമ താല്പര്യമില്ലായിരുന്ന പ്രണവ് ഒടുവിൽ സിനിമയിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ ജീത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത്. അത് ശരിക്കും പാപനാശം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാള് സുരേഷ് ബാലാജി സാറാണല്ലോ. അപ്പം പ്രണവിന്റെ അങ്കിള് എനിക്ക് പറഞ്ഞ സുരേഷ് സാറാണ് ചോദിച്ചു, ഏതായാലും നീ ഫ്രീ ആയിട്ടിരിക്കല്ലേ, നീ ഈ പടത്തിൽ വന്ന് നീ വർക്ക് ചെയ്യേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രണവ് ആ പടത്തിൽ ജോയിൻ ചെയ്തു. അന്ന് ഞാൻ പ്രണവിനെ കാണുന്നത് മോഹൻലാലിന്റെ മകൻ എന്ന് പറയുന്ന ഒരു, പക്ഷെ പിന്നീട് ഷൂട്ടിന്റെ സമയത്ത് അവിടെ ലൊക്കേഷനിൽ ഞങ്ങൾ വന്നു. ഞങ്ങൾക്കൊക്കെ അവിടെ ഒരു വില്ലയുണ്ട് കുട്രാലത്ത്. ആ വില്ലയിൽ ഞങ്ങൾ താമസിക്കുന്നു. അപ്പോൾ പ്രണവിനും അവിടെ ഒരു റൂം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രണവ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അന്നേരത്തേക്ക് ഞങ്ങൾ ഒത്തിരി ഇന്ററാക്ട് ചെയ്തു. പ്രണവ് ഞാൻ ബാഗൊക്കെ എടുത്ത് ഞാൻ ചേട്ടാ ചേട്ടാ ഞാൻ എഡീസ് ഒക്കെ താമസിക്കുന്ന ലോഡ്ജിലേക്ക് പോകാന്ന് പറഞ്ഞു. അവൻ അവിടെ പോയി ആ ലോഡ്ജിൽ ആ എഡീസിന്റെ കൂടെ താമസിച്ചത്. ശരിക്കും കേട്ട സത്യമാണ്, 100% സത്യമാണ്. പ്രണവ് മോഹൻലാലിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, മോഹൻലാൽ എന്ന് പറയുന്ന വലിയ നടന്റെ മകൻ എന്നുള്ള ലൈഫ് സ്റ്റൈൽ അല്ല പുള്ളിക്ക്. പുള്ളിയുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പുള്ളിയുടേതായ ഒരു ഐഡന്റിറ്റിയിലൂടെ ജീവിക്കുന്ന ഒരാളാണ്. ബസ് കയറി നടക്കുക, ഹിമാലയം കയറി, ഒത്തിരി എന്താ പറയാ, ഒരു ട്രാവലറാണ്. ഒത്തിരി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 150 രൂപയുടെ ലോഡ്ജിലൊക്കെ താമസിക്കുക. പുള്ളി ആ ഒരു താഴേക്കടയിലുള്ള ലൈഫ് എക്സ്പീരിയൻസ് ചെയ്താ പുള്ളി പോകുന്നത്. പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ലൈഫ് ഓഫ് ജോസൂട്ടി പടം ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടോ, ഇൻട്രസ്റ്റഡ്? ഞാൻ പറയാൻ ചോദിച്ചേട്ടാ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ചിരിച്ചു പൈസ. പുള്ളി പറഞ്ഞു, അല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൈസക്ക് ഒരു ഇല്ലല്ലേ, സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നില്ലല്ലേ കാര്യം എന്ന് പറഞ്ഞു.